വിസ്മയ മോഹൻലാൽ CJP പ്രൊട്ടസ്റ്റിൽ സ്റ്റുഡൻസിനൊപ്പം നിന്നതിൻ്റെ പേരിൽ അവർക്ക് നേരിടേണ്ടി വന്ന മാനസികമായുള്ള ആഘാതം, ഒരു അബ്യൂസ്, ബോഡി ഷേമിംഗ്, ഇതൊക്കെ വളരെ ഭീകരമായിരുന്നു. നമ്മളത് കണ്ടതാണ്. ഒരുപക്ഷെ സെലിബ്രിറ്റികൾക്കിടയിൽ വിസ്മയ മോഹൻലാൽ ആയിരുന്നു തുടക്കത്തിൽ സംസാരിച്ചു തുടങ്ങിയത് എന്ന് വേണം തന്നെ പറയാം. ഫ്രം ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി. തൻ്റെ സിനിമ 2 ആഴ്ചകൾക്ക് ശേഷം റിലീസാകാൻ പോവുകയാണ്. അതുകൊണ്ട് വേണമെങ്കിൽ മിണ്ടാതിരുന്നുകൊണ്ട് എല്ലാ ക്ലാസസ് ഓഫ് ഓഡിയൻസിനെയും ഒരുമിച്ച് കൊണ്ടുപോകാം എന്നതായിരുന്നില്ല വിസ്മയ മോഹൻലാലിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അവർക്ക് പറയാനുള്ളതായിരുന്ന രാഷ്ട്രീയ സാമൂഹിക വിഷയം അവർ കൃത്യമായി പറഞ്ഞു. അതിനകത്ത് ആർക്കും ഡൗട്ട് ഉണ്ടാവാത്ത രീതിയിൽ ഒരേ ഒരു സ്റ്റാൻഡ് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിനെ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിനെ വിമർശിച്ചുകൊണ്ട് വിസ്മയ മോഹൻലാലിൻ്റെ പ്രതികരണം നടത്തിയത്. അത് സംഘപരിവാർ ഹാൻഡിലുകൾക്ക് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ക്ഷീണമുണ്ടാക്കി. മോഹൻലാലിനെ വരെ തെറി വിളിക്കുന്നു, മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയി തെറി വിളിക്കുന്നു. നമ്മൾ എന്തൊക്കെയാണല്ലേ ഒരു 5 ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടത്. ഈ CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് വിസ്മയ മോഹൻലാൽ ഈ ഒരു സ്റ്റോറി ഇട്ടതല്ലാതെ വേറൊരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇപ്പോഴിതാ വിസ്മയ ഒരു അഭിമുഖത്തിൽ ഈ CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സംസാരിക്കുകയാണ്. അഭിമുഖം നടക്കുന്നത് ഗലാട്ട പ്ലസ് എന്ന ചാനലിലൂടെയാണ്. അവിടെ ഭരദ്വാജ് രംഗനാണ് ആങ്കർ. ഭരദ്വാജ് രംഗൻ വിസ്മയ മോഹൻലാലിനോട് ചോദിക്കുന്നു, ഈ CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയുമ്പോൾ മോഹൻലാലിൻ്റെ മകൾ എന്നൊരു ബാരിയർ തനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. വിസ്മയ ആദ്യം തന്നെ അതിന് മറുപടി പറയുന്നത് ഒരിക്കലുമില്ല. തനിക്ക് തോന്നിയ ഒരു കാര്യം താൻ പറഞ്ഞു എന്നത് ഒഴിച്ചു നിർത്തിയാൽ വേറെ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ കമൻസ് നോക്കാനോ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിഷയങ്ങളോ ചോദിക്കാനോ നോക്കാനോ താൻ പോകാറില്ല എന്നുള്ള കൃത്യമായ മറുപടിയാണ് വിസ്മയ മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിസ്മയ ആഡ് ചെയ്തൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടിയുണ്ട്. വിസ്മയയുടെ ഒരു പെൺ സുഹൃത്ത് തന്നെ വിളിച്ചിട്ട്, ഞാൻ ഒരു സ്റ്റോറി ഇടുന്നത് പോലെ അല്ല വിസ്മയ ഒരു സ്റ്റോറി ഇടുന്നത്, യു ആർ വിസ്മയ മോഹൻലാൽ, അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഇടുമ്പോഴേക്കും 2 വട്ടം ആലോചിച്ച് ഇടാമെന്നൊരു ഉപദേശം തനിക്ക് കിട്ടിയതായിട്ട് കൂടി വിസ്മയ മോഹൻലാൽ പറയുന്നുണ്ട്. എന്തായാലും ഇത് വിസ്മയ ഒരു ഷാക്കിൾസെ ബ്രേക്ക് ചെയ്തേക്കാണെന്ന് പറയേണ്ടി വരും. കാരണം വിസ്മയ മോഹൻലാൽ ഈ സ്റ്റോറി ഇട്ടതിന് പിന്നാലെ അവർക്ക് നേരിടേണ്ടി വന്ന അധിക്ഷേപങ്ങൾ, തെറിവിളികൾ, അവരുടെ പിതാവിന് നേരിടേണ്ടി വന്ന തെറിവിളികൾ, മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് ഹാൻഡിലുകളിൽ പോയിട്ട് മോളെ നേരെ ചൊവ്വെ വളർത്തണമെന്ന് പറയുന്നു, തുടക്കം നമ്മൾ പൊട്ടിച്ചു തരുമെന്ന് പറയുന്നു, തുടക്കം ഒരു ഗംഭീര തുടക്കമല്ലല്ലോ കിട്ടിയത്, തുടക്കം തന്നെ പാളിയല്ലോ, തുടങ്ങി നിരവധി കമൻറ്റുകൾ പല രീതിയിലുള്ള ഐഡിയകളിൽ നിന്നും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും വരുന്നത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വിസ്മയ ഭയക്കുമോ, CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് പിന്നെയും സംസാരിക്കാൻ മടിയാകുമോ എന്ന തോന്നലിൽ നിന്നുകൊണ്ടാണ് അതെല്ലാം മാറ്റിക്കൊണ്ട് വിസ്മയ വീണ്ടും കൃത്യമായൊരു മറുപടി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി. എന്തിനേറെ പറയണം, മോഹൻലാലിൻ്റെ വിശ്വസ്തനിൽ ഒരാളായ മേജർ രവി എന്ന സംവിധായകൻ വരെ വിസ്മയ മോഹൻലാലിനെ തള്ളിപ്പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടില്ലേ. വിസ്മയയ്ക്ക് രാഷ്ട്രീയം അറിയില്ല, വിസ്മയ പഠിച്ചത് പുറത്താണ്, അതുകൊണ്ട് തന്നെ വിസ്മയയ്ക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്നും അറിയില്ല, വെറുതെ പറഞ്ഞതാണെന്നത് വരെ വിസ്മയ എന്ന വ്യക്തിക്ക് കൃത്യമായൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കാൻ പോലും ഇന്നത്തെ സമൂഹം സമ്മതിക്കുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമായിരുന്നു മേജർ രവിയുടെ മറുപടി. എന്തായാലും നമുക്ക് വിസ്മയുടെ ആ പോസ്റ്റ് ഒന്നുകൂടി പോകാം. ഒരാഴ്ച മുമ്പ് വിസ്മയ പോസ്റ്റ് ചെയ്തതാണ് CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട്. നമുക്ക് ആ പോസ്റ്റിലേക്ക് ഒന്നുകൂടി ഒന്ന് വായിച്ചു പോകാം. ടിയർ ഗ്യാസ്, ലാത്തി ചാർജസ്, സ്റ്റുഡൻസ് ഇഞ്ചേർഡ്, റോഡ്സ് ബ്ലോക്ക്ഡ്, metro stations closed, heavy barricading across the city, internet suspension. You don't have to agree with the protesters. You don't have to support their demands. You don't even have to like the organizations involved. But if the response to citizens raising their voices is overwhelming force instead of dialogue, every one of us should stop and ask, what kind of democracy are we becoming? Because tomorrow it could be you asking to be heard. Your city, your neighborhood, your own family. My question to all of you is simple. Do you genuinely believe this is how a democracy should respond to its own citizens എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു വിസ്മയ മോഹൻലാലിൻ്റെ സ്റ്റോറി. അതിന് പിന്നാലെയായിരുന്നു അവർക്ക് നേരിടേണ്ടി വന്ന സൈബർ ആക്രമണങ്ങളും അധിക്ഷേപങ്ങളും സംഭവിച്ചത്. പക്ഷേ അതിൽ വിസ്മയ തൻ്റെ മറുപടി കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്കും കൃത്യമായ രാഷ്ട്രീയ നിലപാടോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു കൃത്യമായ പൊളിറ്റിക്കൽ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാളായിട്ട് പബ്ലിക്കലി മോഹൻലാലിന് തോന്നിയിട്ടില്ല. മോഹൻലാൽ ഒരു പക്ഷേ നരേന്ദ്രമോദിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും, അതിനുശേഷം പിണറായി വിജയൻ്റെ കൂടെ ഒരു അഭിമുഖം എടുക്കും, അത് കഴിഞ്ഞ് VD സതീഷിൻ്റെ കൂടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കും. മോഹൻലാൽ ഒരു പൊതുസ്വത്താണ്, ഒരു നടനാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാ പാർട്ടികളുടെ ഐഡിയോളജീസും എല്ലാ ആളുകളോടും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നടനാണ് മോഹൻലാൽ. CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ ഒരു തരത്തിലുമുള്ള വാക്ക് മിണ്ടുകയോ ഒരു അക്ഷരം സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ മിണ്ടിയത് വിസ്മയ മോഹൻലാലാണ്. എന്നാൽ തൻ്റെ കുടുംബത്തിൽ നിന്ന് ആരും ഒരു ചോദ്യം പോലും ഈ സ്റ്റോറി ഇട്ടതിന് ശേഷം ചോദിച്ചിട്ടില്ല എന്നും വിസ്മയ പറയുന്നുണ്ട്. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള കഴിവും ചിന്താശേഷിയും തൻ്റെ കുടുംബത്തിനുണ്ടെന്നാണ് വിസ്മയ പറയുന്നത്. അതായത് സാധാരണയായി ഇതുപോലുള്ളൊരു പൊളിറ്റിക്കൽ ബുള്ളിയിങ്ങോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ബുള്ളിയിങ്, സൈബർ ബുള്ളിയിങ് ഒക്കെ നടക്കുന്ന സമയത്ത് തൻ്റെ കുടുംബം ചോദ്യം ചെയ്യാനും ആ സ്റ്റോറി ഒരുപക്ഷെ ടേക്ക് ഡൗൺ ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ നടത്താം. എത്രയോ സെലിബ്രിറ്റീസ് ഇതുപോലൊരു സ്റ്റോറി ഇട്ട് ടേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നു. പേളിമാണി തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണമല്ലേ. സൈബർ ബുള്ളിയിങ് കിട്ടിയപ്പോൾ തന്നെ അവർ സ്റ്റോറി വലിച്ചുകൊണ്ട് പോയല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല.
വിസ്മയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു. അതിനുശേഷം കിട്ടേണ്ടി വരുന്ന നെഗറ്റീവ് കമൻറ്റുകളെക്കുറിച്ച് വിസ്മയ ഓർക്കുന്നത് പോലുമില്ല എന്നത് വിസ്മയുടെ മറുപടി തികച്ചും ഷോക്കിംഗ് ആണ്. അതുമാത്രമല്ല, അതുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഇന്നത്തെ സമൂഹത്തോട് പറയുകയും കൂടി ചെയ്യുകയാണ് വിസ്മയ. കാരണം നിങ്ങളൊരു കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വേറെ ആരെന്ത് പറഞ്ഞാൽ പോലും നിങ്ങളുടെ ഐഡിയോളജിയുമായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ശരിയുമായിട്ട് മുന്നോട്ട് പോകുക എന്നതാണ് വിസ്മയ ഇതിലൂടെ നൽകുന്ന മറുപടി. അത് കൃത്യമായിട്ട് തന്നെ വിസ്മയ ഇപ്പോൾ ഈ അഭിമുഖത്തിലൂടെ തുറന്നു പറയുമ്പോൾ കൂടുതൽ കയ്യടികൾ നേടുകയും ചെയ്യുകയാണ് വിസ്മയ മോഹൻലാൽ. അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഹാൻഡിലുകൾ അതേപോലെ തന്നെ വിസ്മയ വീണ്ടും തെറിയഭിഷേകവും അധിക്ഷേപങ്ങളുമായിട്ടൊക്കെ രംഗത്ത് വരുന്നുണ്ട്. പൊതുസമൂഹത്തിന് സത്യം അറിയാവുന്നിടത്തോളം കാലം വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം ആരും പിഴയ്ക്കാൻ പോകുന്നില്ല. ഓഗസ്റ്റ് 7-ാം തീയതിയാണ് തുടക്കം എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തുന്നത്. ആ സിനിമയുടെ ഒരു ട്രെയിലർ വരുന്നതിന് മുമ്പേ ആ ഒരു സോങ് റിലീസായപ്പോൾ തന്നെ വിസ്മയ മോഹൻലാലിൻ്റെ ഒരു സോങ് പുറത്തു വന്നിരുന്നു ചിത്രവുമായി ബന്ധപ്പെട്ട്. അതിന് നേരിടേണ്ടി വന്ന സൈബർ ബുള്ളിങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് കൊണ്ട് മാത്രം നേരിടേണ്ടി വന്നത് എന്തുമാത്രമാണ്. അതായത് ഒരു സിനിമ എന്ന കലാരൂപത്തെ പൊളിറ്റിക്കലി ഒരു കാര്യം സംസാരിച്ചതിൻ്റെ പേരിൽ കൂട്ടിക്കുഴച്ച് ആ സിനിമ തന്നെ ഇല്ലാതാക്കുമെന്ന് പറയുന്നത് എന്തൊരു വൃത്തികെട്ട മൈൻഡ് സെറ്റ് ആണെന്ന് ആലോചിച്ച് നോക്കുമ്പോഴാണ് ഈ ഡെമോക്രാറ്റിക് രാജ്യത്തിൽ പേടി തോന്നുന്നതും ഭയം തോന്നുന്നതും ഭീതി തോന്നുകയും ചെയ്യുന്നത്. എന്തായാലും 7-ാം തീയതിയാണ് തുടക്കം റിലീസിനെത്തുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വിസ്മയ മോഹൻലാൽ ഇപ്പോൾ ഒരു അഭിമുഖം നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മറ്റു മീഡിയകളോടും സംസാരിക്കാൻ ചിലപ്പോൾ വിസ്മയ മോഹൻലാൽ തയ്യാറായിരിക്കാം, ഒരുപക്ഷെ തയ്യാറല്ലായിരിക്കാം. പക്ഷേ ഈ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള തൻ്റെ വാക്കുകളിൽ നിന്നും ഒരു വാക്ക് പോലും പിൻവലിക്കില്ല എന്ന് വിസ്മയ പറയുമ്പോൾ അതൊരു പ്രതീക്ഷയാണ്. സൈബർ ബുള്ളിങ്ങിൽ നിന്ന് തങ്ങൾക്ക് വിശ്വസിക്കുന്ന സത്യം മാറ്റി ചിന്തിക്കില്ല എന്നുള്ള ധൈര്യപൂർവമായ നീക്കം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.